ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഞാൻ ആദ്യമായിട്ടാണ് ഈ ദേവാലയത്തിലേക്ക് വരുന്നത്. ഇതിന് എനിക്ക് മുഖാന്തരമായിട്ടുള്ള ഈസ്റ്റ് കേരള ഡയോസസിലെ സന്നദ്ധ സുവിശേഷ സംഘ ആൾക്കാരോടും എനിക്കിവിടെ ഈ പ്രസംഗിക്കാനുള്ള അവസരം തന്ന ജോസഫ് അച്ഛനോടും ജേക്കബ് അച്ഛന്മാരോടും ഇവിടുത്തെ കമ്മിറ്റി മെമ്പേഴ്സിനോടും കൈക്കാരന്മാരോടും ഈ യൂണിറ്റിലെ സന്നദ്ധ സുവിശേഷ പ്രവർത്തകരോടും എല്ലാവരോടുമുള്ള നന്ദിയെ ഞാൻ അറിയിച്ചു കൊള്ളട്ടെ. തൊടുപുഴയിൽ ഞാൻ 9 വർഷം ശ്രീജന സഖ്യത്തിൻ്റെ സെക്രട്ടറി ആയിരുന്നു. അപ്പം 21 ചർച്ചുണ്ട് മൂവാറ്റുപുഴ ഡിസ്ട്രിക്റ്റിൽ. അത് മുഴുവനും തീർന്നു. ഇനി രണ്ടാമത് എനിക്ക് അവിടെ പോകാൻ ഇഷ്ടമില്ല ഓരോ പള്ളി. കാരണം എന്താണെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ വർഷം വന്നവർ തന്നെയാണല്ലോ, പുതുമുഖങ്ങളെ കാണാനാണല്ലോ എല്ലാവർക്കും ഇഷ്ടം. അങ്ങനെയാണ് എനിക്ക് ഇവിടെ വരാനൊരു സന്ദർഭം ഉണ്ടായത്. ശ്രീജന സഖ്യത്തിൻ്റെ കെയർ ഓഫിൽ ഒരു സന്ദർഭം കിട്ടിയിട്ട് സത്യത്തിൽ ഞാനന്ന് പേടിച്ചിട്ട് പറഞ്ഞ് ഞാൻ പോവുകയില്ല കത്തീഡ്രലിലേക്ക്. അങ്ങനെയാണ് റീച്ചൽ കൊച്ചമ്മ അന്ന് വരാനിടയായത്. പിന്നെ ഓർത്തു എല്ലാവരും ഒരുപോലെയല്ലേ. അങ്ങനെ ഇപ്പം ഞാൻ സന്നദ്ധ വിശേഷ ഈ കേരള ഡയോസസിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറിയായി പ്രവർത്തിക്കുമ്പോൾ ഇനിയും പല പള്ളിയിലും പോകണമല്ലോ എന്ന് വിചാരിച്ച് നിങ്ങളുടെ മുമ്പിൽ ഒരു സാക്ഷിയായിട്ട് നിൽക്കാമെന്ന് ഞാൻ കരുതുന്നു. അച്ഛൻ പറഞ്ഞതുപോലെ ഞാൻ ജനിച്ചു വളർന്നത് കുളത്തിക്കണ്ണ ഭാഗത്താണ്. എൻ്റെ വീട്ടുപേര് തൊട്ടിപ്പിളാക്കൽ ആക്കപ്പാറ എന്നൊക്കെ പറയുന്ന എൻ്റെ അപ്പച്ചൻ്റെ പേര് ചാക്കോ കുഞ്ഞൂട്ടി എന്നൊക്കെ അറിയപ്പെടുന്നതാണ്. എനിക്ക് അവിടുന്ന് എന്നെ കല്യാണം കഴിച്ചു വിട്ടേക്കുന്ന മങ്കൊമ്പ് പ്രദേശത്തേക്കാണ്. ഞങ്ങൾക്ക് 2 പേർക്കും ജോലിയുള്ളത് കൊണ്ട് ഞങ്ങൾ തൊടുപുഴയിൽ ഒരു 10 സെൻറ്റ് സ്ഥലമൊക്കെ വാങ്ങിയൊരൊക്കെ വീടൊക്കെ വെച്ച് ഞങ്ങൾ വെങ്ങല്ലൂർ ഭാഗത്ത്, അതായത് നമ്മുടെ സ്മിത ഹോസ്പിറ്റലിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഞങ്ങൾ താമസിക്കുന്നു. ഞങ്ങൾക്ക് ഞാൻ യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി ജോലിയായിരുന്നു. കഴിഞ്ഞ വർഷം റിട്ടയർഡായി. ഹസ്ബൻഡ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിലായിരുന്ന കാലത്ത് VRS എടുത്തു. ഞങ്ങൾക്ക് 2 പെൺകുട്ടികളാണ് ഉള്ളത്. മൂത്തയാൾ ജ്യോതി, അവൾ കല്യാണം കഴിഞ്ഞു, ഡോക്ടറാണ്. മുട്ടം ഹെൽത്ത് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ജ്യോതി എന്ന് പറഞ്ഞ ജോലി ചെയ്യുന്നുണ്ട്. ഇളയ കല്യാണം കഴിഞ്ഞു. ഹസ്ബൻഡ് കാട്ടപ്പനയിൽ കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നു. ഒരു മോള് 7 വയസ്സ്. രണ്ടാമത്തെ മോള് ജോലിയായില്ല, കല്യാണമായില്ല. അങ്ങനെ ഞങ്ങൾ അതൊക്കെ തക്ക സമയത്ത് ദൈവം കൊണ്ടുവരും. ഇതാണ് എന്നെപ്പറ്റി എനിക്ക് പറയാനുള്ളത്. ഇനി ആദ്യമായിട്ട് സന്നദ്ധ സുവിശേഷ സംഘത്തിന് നമ്മുടെ ഈ തിരുമേനിയുടെ ലെറ്റർ ഒന്ന് ആദ്യമേ വായിക്കട്ടെ. കർത്താവിൽ പ്രിയരെ, യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ സ്നേഹത്തിൽ സ്നേഹവന്ദനം. സുവിശേഷ ഘോഷണത്തെക്കുറിച്ചുള്ള തീക്ഷ്ണത സഭാജനങ്ങളെ ജ്വലിപ്പിച്ച് നിർത്തുന്നതിന് വേണ്ടിയാണ് സന്നദ്ധ സുവിശേഷ സംഘം രൂപീകൃതമായത്. അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഓരോ വർഷവും സന്നദ്ധ സുവിശേഷ സംഘ ഞായർ ആചരിക്കുന്നത്. ഇത്തവണ സുവിശേഷ സംഘ ഞായർ ആചരണത്തിൽ പ്രാർത്ഥനാപൂർവ്വം പങ്കാളികളാകുവാൻ ഏവരെയും ക്ഷണിക്കുന്നു. പ്രാദേശിക സഭകളുടെ ആത്മീക പരിപോഷണവും പ്രോത്സാഹനവും സുവിശേഷ സംഘത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യത്തിൽപ്പെടുന്നു. ഇത്തവണ നമ്മുടെ പ്രോജക്റ്റ് പട്ടയക്കുടി ദേവാലയത്തിൻ്റെ പുനരുദ്ധാരണവും മിഷൻ ഹൗസിൻ്റെ നിർമ്മാണവും ബന്ധപ്പെട്ട പണികളും ആകുന്നു. സംഭാവന നൽകുന്നതിലും ഡോർ കളക്ഷനിലും എല്ലാവരും പ്രാർത്ഥനാപൂർവ്വം സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്ന് സ്നേഹത്തോടെ കർത്തൃ ശുശ്രൂഷയിൽ റെവറൻഡ് VS ഫ്രാൻസിസ് ബിഷപ്പ്. ഇതാണ് തിരുമേനിയുടെ കത്ത്. അതുപോലെ തന്നെ നമ്മളുടെ ജനറൽ സെക്രട്ടറി പറയുന്നുണ്ട്, യേശുവിനെ കർത്താവും രക്ഷിതവുമായി ഹൃദയത്തിൽ സ്വീകരിച്ച് എല്ലാവർക്കും സന്നദ്ധ സുവിശേഷ സംഘടനയിൽ അംഗത്വമാകാം. എന്നാൽ നമ്മളുടെ ചിട്ടയായ പ്രവർത്തനത്തിന് വേണ്ടി മാത്രമാണ് മെമ്പർഷിപ്പ് എന്നുള്ളതാണ്. അതിൽ നിന്ന് നമുക്ക് നമ്മുടെ ഈ സംഘടനയ്ക്ക് പേര് ഇച്ചിരി നീണ്ടുപോയാലും ആ പേര് വളരെ നീളം ഉള്ളത് കാരണം തന്നെ അതിൽ നമുക്ക് അർത്ഥവും മനസ്സിലാക്കാൻ കഴിയും, അല്ലേ? സ്ത്രീജന സഖ്യ സംഘടന, സ്ത്രീജന, ഇത് സന്നദ്ധ സുവിശേഷ സംഘടന പറയുമ്പോൾ തന്നെ അതിനകത്ത് സ്ഥല ന്യായപ്രമാണം അടങ്ങിയിട്ടുണ്ട്, അല്ലേ? സന്നദ്ധമായിട്ട് ആര് വരുന്നോ അവർക്കൊക്കെ ഈ സംഘടനയിൽ അംഗമാകാം എന്നുള്ളതാണ്. എന്താണ് ഈ സന്നദ്ധ സുവിശേഷ സംഘടന? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ മേച്ചാലിൽ 1953 ഫെബ്രുവരി 22 ഒരു കൺവെൻഷന് അവിടുത്തെ പ്രസംഗത്തിന് വേണ്ടി കടന്നു വന്നത് മുണ്ടക്കയം ജോൺ എന്ന് പറഞ്ഞൊരു ഉപദേശിയായിരുന്നു. PM ജോൺ എന്ന് പറഞ്ഞ ഉപദേശിയുടെ പ്രസംഗമായിരുന്നു നടത്തപ്പെട്ടിരുന്നത്. ആ സമയത്ത് വളരെ ആത്മീയമായും ഭൗതികമായും ഒക്കെ ഉണർവുള്ള ഒരു കാലഘട്ടമായിരുന്നു. പരിശുദ്ധാത്മാവ് നിറവിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരോടും പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കണം. അന്നെടുത്ത വേദഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ ആർ പോകും അടിയൻ ഇതാ അടിയനെ അയക്കണമേ എന്ന് പറഞ്ഞ ഒരു
ടോപ്പിക്കായിരുന്നു അന്നത്തെ പ്രസംഗ വിഷയം. ഇത് പ്രസംഗിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ നിറവിൽ എല്ലാവരും ആൺ പെൺ വ്യത്യാസം, കുഞ്ഞുങ്ങൾ വ്യത്യാസമില്ലാതെ എല്ലാവരും കരഞ്ഞുകൊണ്ട് നിറവുള്ളവരായി അടിയനെ അയക്കണമേ, അടിയനെ അയക്കണമേ എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് നിന്നു. അപ്പോൾ ഒരു വലിയൊരു കൂട്ടം അവിടെ എഴുന്നേറ്റ് നിന്ന് എന്താണ് പരിശുദ്ധാത്മാവ് നിറവ് സംഭവിച്ചപ്പോഴാണ് അവിടെ എഴുന്നേറ്റ് നിന്നത്. അപ്പം നമ്മുടെ മുണ്ടക്കയം ജോൺ ഉപദേശി PM ജോൺ ഉപദേശി പറഞ്ഞു, അവിടെ അന്നത്തെ ഉപദേശിയായിട്ടുള്ളത് മനുവേൽ PJ ഡേവിഡ് ഉപദേശിയായിരുന്നു. ആ ഉപദേശി പാറേക്കാട്ടിലെ ഉപദേശിയാണ്. PJ ഡാനിയൽ ഉപദേശിയായിരുന്നു അന്നത്തെ ആ പള്ളിയുടെ ഉപദേശി. ആ ഉപദേശിയോട് പറഞ്ഞു, ഈ എഴുന്നേറ്റ് നിൽക്കുന്നവരുടെ പേരൊക്കെ എഴുതി നിങ്ങളൊരു ലിസ്റ്റ് ഉണ്ടാക്കി അടുത്ത ഞായറാഴ്ച ഒന്നിച്ചിവരെ കൂട്ടണം. മനോഭാരത്താൽ ദുഃഖത്താൽ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നിറവിൽ എഴുന്നേറ്റിരുന്നവരുടെ പേരുകൾ എഴുതിയെടുക്കുകയും പിറ്റേ ഞായറാഴ്ച തന്നെ അവരെ കൂട്ടി വരുത്തി. എന്നാൽ തന്നെത്താൻ വിളിച്ച് വേർതിരിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് അവരുടെ പേരൊക്കെ എഴുതിയെടുത്ത് പിറ്റേ ആഴ്ച അവരെ കൂട്ടി വരുത്തുകയും ചെയ്തു. അവരിൽ നിന്ന് ആ ഒരു സമൂഹത്തിൽ നിന്ന് ഉണ്ടായ ആ സമൂഹത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് നിറവിലുണ്ടായ ആ സംഘടനയുടെ സ്പ്രെഡിങ്ങാണ് നമ്മൾ ഓരോരുത്തരും ആ സംഘം വികസിച്ച് വന്നതാണ്, അല്ലെങ്കിൽ സ്പ്രെഡ് ചെയ്തതാണ് സന്നദ്ധ സുവിശേഷം. അന്ന് ഈസ്റ്റ് കേരള ഡയോസിസ് ഉണ്ടായിട്ടില്ല. മധ്യ കേരള മഹായിടവകയിലെ എല്ലാ ദേവാലയങ്ങളിലും ഇത് ഉണ്ടാകുവാനായിട്ട് കാരണമായി തീർന്നത്. എന്താണ് ഇതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, സഭ ഉണരണം, സഭയിൽ ആത്മീയത ഉണ്ടാകണം, പാപബോധമുള്ളവരുണ്ടാകണം, പാപത്തെ ഏറ്റുപറയുന്നവരുണ്ടാകണം, കൂടാതെ നല്ല കർത്തൃ ശുശ്രൂഷയിലുള്ളവർ, തൻ്റെ തായ് സഭ അല്ലെങ്കിൽ മാതൃസഭയിലെ സാക്ഷ്യമുള്ളവർ, ഇങ്ങനെയൊക്കെ ഉള്ളവരുടെ ഒരു കൂട്ടായ്മയായിരുന്നു ഒരു കാലത്തും. അത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് സന്നദ്ധ സുവിശേഷ സംഘടന ഉണ്ടാകുവാനായിട്ട് കാരണമായി തീർന്നത്. അങ്ങനെ പറയുന്നത് എന്താണെന്ന് 1974 ഇതിനൊരു ബൈലോ തന്നെ എഴുതിയിട്ടുണ്ടായിരുന്നു. 1974 അങ്ങനെ ഈ സംഘടന എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ചരിത്രം ഒന്ന് വായിക്കുകയാണെങ്കിൽ മനസ്സിലാകും. എല്ലാ സംഘടനയേക്കാളും കൂടുതലായി ഇതിനകത്ത് ആൾക്കാർ ഉൾപ്പെട്ടിരുന്നു. ഓഫീസുണ്ടായിരുന്നു, ക്ലർക്കുണ്ടായിരുന്നു, ഓഡിറ്റിംഗ് ഉണ്ടായിരുന്നു, എല്ലാം കൃത്യമായി ചെയ്തിരുന്നു പോയിരുന്നു. പക്ഷേ ഒരു കാലത്ത് ഇത് എന്താണ് പറഞ്ഞാൽ അതിൻ്റെ നാളം ഒന്ന് അല്പം ഇടിഞ്ഞു പോകുവാനായിട്ട് ഇടയായി തീർന്നു. ഈ ഈസ്റ്റ് കേരള ഡയോസിസിൻ്റെ ഫോർമേഷൻ തന്നെ ഈ സന്നദ്ധ സുവിശേഷത്തിൽ ഊന്നിയുള്ളതായിരുന്നു. ഒരു കാര്യം പറയുകയാണെങ്കിൽ ഈസ്റ്റ് കേരള ഡയോസിസിനേക്കാളും കൂടുതൽ വയസ്സുള്ളത് സന്നദ്ധ സുവിശേഷ സംഘടനയാണ്. അപ്പോൾ ഈസ്റ്റ് കേരളയേക്കാളും മൂത്ത ചേട്ടനാണ് സന്നദ്ധ സുവിശേഷ സംഘടന. ഈ സന്നദ്ധ സുവിശേഷ സംഘടനയിൽ മുഴുരാത്രി പ്രാർത്ഥനയുണ്ട്, പരിശുദ്ധാത്മാവ് നിറവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അത് പഴയ കാലം. നമുക്കതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ സത്യത്തിൽ അതൊന്നുമില്ലല്ലോ, അത്രയില്ലെങ്കിലും ഇല്ലല്ലോ എന്നുള്ള ഭയങ്കര ദുഃഖം ഈ തലമുറയ്ക്ക് ഉണ്ടാകാനായിട്ട് ഇടയുണ്ട്. ഇങ്ങനെ കുറേ ആൾക്കാരുടെ ഈ സന്തോഷകരം ആത്മീയപരമായ ജീവിതമാണ് ഇന്ന് സന്നദ്ധ സുവിശേഷ സംഘത്തിന് കാരണമായി തീർന്നിട്ടുള്ളത്. നമ്മുടെ സന്നദ്ധ സുവിശേഷത്തിൻ്റെ ഫസ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് KG ഡാനിയൽ തിരുമേനിയാണ്. KG ഡാനിയൽ തിരുമേനിയെ നോർത്തിലേക്ക് മിഷണറിയായി അയച്ചുകൊണ്ടാണ് സന്നദ്ധ സുവിശേഷ സംഘത്തിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ട് ഇരുന്നത്. ഇത്രയാണ് സന്നദ്ധ സുവിശേഷ സംഘത്തെപ്പറ്റി പറയാനുള്ളത്. ഇനിയും നമ്മുടെ ഇപ്രാവശ്യത്തെ സന്നദ്ധ സുവിശേഷ സംഘ ഞായറിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് ആത്മാവിലുള്ള ജീവിതം. കഴിഞ്ഞ വർഷം ഈസ്റ്റ് കേരള ഡയോസിസ് എടുത്തുള്ളത് ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധന എന്നായിരുന്നു. ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധന. അത് നമുക്ക് കാട് കയറി പറയായിരുന്നു, അങ്ങനെ വേണം ഇങ്ങനെ വേണം നിങ്ങളെല്ലാവരും ആയിരിക്കണം. കാരണം ആത്മീയരെന്നറിയത്തില്ല, ആത്മീയരല്ലാത്തവരാരാന്നില്ലാത്തതുകൊണ്ട് നമുക്ക് പറയാം. പക്ഷേ ഇപ്രാവശ്യത്തെ ടൈറ്റിലിന് ഒരിച്ചിരി വ്യത്യാസമുണ്ട്. ആത്മാവിലുള്ള ജീവിതം. ഈ ആത്മാവിലുള്ള ജീവിതം എനിക്കുണ്ടോ, നിങ്ങൾക്കുണ്ടോ എന്ന് നിങ്ങളുടെ ഹൃദയത്തോട് തന്നെ ചോദിപ്പിക്കാൻ തക്കവണ്ണം ഒരു വലിയ പ്രസംഗത്തിനൊന്നും എനിക്ക് പറ്റിയില്ല എങ്കിലും ആത്മീകമായി നമുക്ക് ഒന്നിച്ച് ചിന്തിക്കാം. അതിനുള്ള വേദഭാഗമായിട്ട് എടുത്തിരിക്കുന്നത് നമ്മൾ വായിച്ചു കേട്ട വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യായികയാൽ അതിന് അവനെ ലഭിപ്പാൻ കഴിയുകയില്ല. നിങ്ങളോ അവൻ നിങ്ങളോടുകൂടെ വസിക്കുകയും നിങ്ങളിലിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയുന്നു. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യാൽ അതിന് അവനെ ലഭിപ്പാൻ കഴിഞ്ഞില്ല. ഈ ലോകമാര്, അവനാര്? ഈ ലോകം എന്ന് പറയുന്നത് ഞാനും നിങ്ങൾ ഉൾപ്പെടുന്ന ലോകം.
അവർ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിനെ ലോകം അറിയാത്തത് കൊണ്ട് പരിശുദ്ധാത്മാവിനെ അവർക്ക് നേടാൻ കഴിഞ്ഞില്ല. ലോകം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഞാനായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഓരോരുത്തരുമായിരിക്കും. അറിയായി കൊണ്ട് അതിനെ നേടുവാനായിട്ട് കഴിയാതെ പോയി. എന്നാൽ ഈ മേലുകാവിലുള്ള വിശ്വാസികളോട് പറയുന്നത്, അവൻ നിങ്ങളോടുകൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് അവനെ അറിയുന്നു. അപ്പം നമ്മളോട് പറയുന്നുണ്ട്, അവൻ നമ്മളിലും നമ്മൾ അവനിലും ആകുന്നത് കൊണ്ട് അത് ആരെ അറിയുന്നു? പരിശുദ്ധാത്മാവിനെ അറിയുന്നു എന്നാണ് ഇവിടെ പറയാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ പഴയ നിയമ വേദഭാഗത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ഹെസ്കേൽ പ്രവചനം അതിനകത്ത് പറയുന്നുണ്ട്, എല്ലാവരും പാപം ചെയ്തു, ഇസ്രായേൽ മക്കളെ പിടിച്ചുകൊണ്ട് പോയി, അങ്ങോട്ട് പിടിച്ചുകൊണ്ട് പോയി, ബാബിലോണിലേക്ക് പിടിച്ചുകൊണ്ട് പോയ കൂട്ടത്തിൽ ഈ പ്രവാചകനെയും പിടിച്ചുകൊണ്ട് പോയി. ഏതാണ്ട് 25 വയസ്സുള്ളപ്പോൾ പിടിച്ചുകൊണ്ട് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞ ഒരു 30ാമത്തെ വയസ്സിലാണ് പ്രവാചകനാകുന്നത്. അങ്ങനെ ഏകദേശം 22 വർഷത്തെ പ്രവാചക ദൗത്യം ഹെസ്കേൽ പ്രവാചകൻ ബാബിലോണിൽ നടത്തി. അപ്പോൾ അവിടെ ഈ ബാബിലോൺ അടിമ പോലെ ആയിരുന്നില്ല, ഈ മിസ്രൈമിലെ അടിമ പോലെ അടിമ ജോലിയൊന്നും ആയിരുന്നില്ല. അവർക്കവിടെ വീടുകൾ ഉണ്ടായിരുന്നതാണ് ചരിത്രം പറയുന്നത്. കേബാർ നദിയുടെ തീരത്ത് വീടുകളൊക്കെ ഉണ്ട്. വീടുണ്ടെങ്കിൽ അതിൻ്റെ അപ്പുറം കുറച്ച് പറമ്പും കാണാതിരിക്കുകയല്ല. അവരങ്ങനെ സന്തോഷത്തോടെ ദുഃഖമൊക്കെ വരുമ്പോൾ അവരവരുടെ കിന്നരങ്ങളെ അലരിയിൽ തൂക്കിയിട്ട് കരഞ്ഞു എന്നൊക്കെ നമ്മൾ സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട്. അവരങ്ങനെ ഇരിക്കുന്ന കാലത്ത് അവർക്കൊരു പ്രത്യാശ ഉണ്ടായിരുന്നു. ഉടനെ ഞങ്ങൾ അവിടുന്ന് റിലീസാകും, എവിടെ നിന്ന്? ബാബിലോണിൽ നിന്ന്, അടിമത്തത്തിൽ നിന്ന്, അല്ലെങ്കിൽ പ്രവാസത്തിൽ നിന്ന് ഞങ്ങൾ റിലീസാകുമെന്ന് ചിന്തിച്ചിരുന്നു. പക്ഷേ അത് നടന്നില്ല. ഉടൻ തന്നെ യെരുശലേമിൽ നിന്ന് ഇരമ്യാവിൻ്റെ ഒരു ലെറ്റർ വന്നു. ഇവരവിടെ കിടക്കുന്നു, ബാബിലോണിൽ കിടക്കുന്നു. ലെറ്റർ വരുന്ന അവിടെ നിന്ന് യെരുശലേമിൽ നിന്ന് ലെറ്റർ വരുന്നു, നിങ്ങളെ അങ്ങനെ വേഗമൊന്നും അവിടെ നിന്ന് വിടുവിക്കുകയില്ല, ഒരു 70 വർഷം അവിടെ കിടക്കേണ്ടി വരുമെന്ന് യിരെമ്യാ പ്രവാചകൻ്റെ പ്രവചനമാണ്. യിരെമ്യാ പ്രവാചകൻ്റെ പ്രവചനമാണ്. അപ്പം പിന്നെ ദൈവത്തിലൂടെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അവർക്ക് വിശ്വസിക്കാതിരിപ്പം അവർക്ക് വലിയ സങ്കടമായി. നമുക്കറിയാം, നമ്മുടെ ആശുപത്രിയിൽ ചെന്ന് കിടക്കുമ്പോൾ 5ാമത്തെ ദിവസം ഇന്ന് വൈകുന്നേരം ഡിസ്ചാർജ് ആണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഡോക്ടർ റൗണ്ട്സിന് വരുമ്പോൾ പറയുകയാണ്, ഇനി 2 ദിവസം കൂടെ കഴിഞ്ഞേ പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു മനപ്രയാസം. അപ്പോൾ അടിമത്തത്തിൽ കഴിയുന്ന അവർക്കുണ്ടായൊരു മനപ്രയാസം എന്താണ് നമുക്ക് ചിന്തിക്കാനും സാധിക്കും. അപ്പോൾ ഈ ഹെസ്കേൽ പ്രവാചകൻ ആ ജനത്തോട് പറയുന്നതാണ്, നമ്മളിവിടെ വരാനുള്ള കാരണം നമ്മൾ പാപം ചെയ്തുകൊണ്ടാണ്. പരിശുദ്ധാത്മാവ് നമ്മളിൽ ഇല്ലാതെ പോയി, അല്ലെങ്കിൽ ദൈവം നമ്മളോട് വസിക്കാത്തതുകൊണ്ടല്ല, ദൈവം പറഞ്ഞ് നമ്മൾ കേൾക്കാത്തത് കൊണ്ടാണ് നമുക്കിവിടെ വരാനായിട്ട് കഴിഞ്ഞത്, അല്ലെങ്കിൽ അടിമയായി പോയത്. അതുകൊണ്ടൊരു കാര്യം ചെയ്യുക, നിങ്ങളുടെ ഹൃദയത്തെയൊക്കെ നിങ്ങൾ ശുദ്ധീകരിക്കുക. അതുകൊണ്ടാണ് വേദവാക്യം പറയുന്നത്, ഹൃദയങ്ങളെ നിങ്ങൾ ശുദ്ധീകരിക്കാൻ. ഇവിടെ പ്രവചനത്തിൽ പറയുന്നുണ്ടല്ലോ, ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരാത്മാവിനെ നിന്നിലാക്കും, അല്ലേ? പുതിയൊരാത്മാവിനെ, ഞാൻ നിനക്കൊരു പുതിയ ആത്മാവിനെ തരുമെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷേ പറഞ്ഞില്ല. എങ്ങനെയാണ് പറഞ്ഞാൽ, നിനക്കൊരു പുതിയ ഹൃദയവും പുതിയ ഒരാത്മാവും തരും. നമ്മുടെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഒരു വേദഭാവം ഇങ്ങനെ പറയുന്നുണ്ട്, പഴയ വീഞ്ഞ് പുതിയ തുരുത്തിയിൽ ഒഴിച്ചു വെക്കാൻ പാടില്ല, അത് രണ്ടും പൊളിഞ്ഞു പോകും, അല്ലേ? പൊളിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, ഈ പ്രവാചകൻ പറയുന്നത്, നിൻ്റെ ഹൃദയത്തിൽ ഞാൻ നിനക്കൊരു പുതിയ ഹൃദയം തന്നിട്ട് ആ ഹൃദയത്തിനകത്തേക്കാണ് ഞാൻ ആത്മാവിനെ പകരുള്ളൂ. കാരണം എന്താണെന്നറിയാമോ? ഈ ഇസ്രായേൽ മക്കളുടെ ഹൃദയം മുഴുവനും പാപത്താൽ നിബിഡമായിരുന്നു. അവർക്ക് അന്ധകാരമായിരുന്നു അന്ധകാര ശക്തിയല്ല, അന്ധവിശ്വാസമായിരുന്നു കൂടുതൽ. അവരെവിടെയാണ് ജീവിച്ചത്? മിസ്രൈമിലായിരുന്നു ജീവിച്ചിരുന്നത്, അല്ലേ? മിസ്രൈം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഈജിപ്ത് എന്ന് പറയുന്ന അറിയപ്പെടുന്നത് അങ്ങനെ തന്നെ അന്ധവിശ്വാസങ്ങളുടെ തൊട്ടിൽ നിന്നാണ് അറിയപ്പെടുന്നത്, അല്ലേ? അന്ധവിശ്വാസങ്ങളുടെ തൊട്ടിൽ. അതിൻ്റെ മകുട ഉദാഹരണമാണ് ഈജിപ്തിലുള്ള ഏതാണ് ഈജിപ്തിലുള്ള പിരമിഡ്, അല്ലേ? പിരമിഡ് അന്ധവിശ്വാസത്തിൻ്റെ കൂമ്പാരമാണ്. മരിക്കുന്ന ഫറോ കുടുംബങ്ങളെ അവിടെ അടക്കം ചെയ്തിട്ട് സുഗന്ധദ്രവ്യങ്ങളിട്ട് പിരമിഡിനകത്ത് വെച്ച് കൊണ്ടുവെക്കും, അല്ലേ? അവർ ഇനിയും ജീവിക്കും, മരിച്ചു കഴിഞ്ഞും നമുക്ക് പുനർജനനം ഉണ്ടെന്ന് അവർ വിശ്വസിക്കുന്നു. അതുപോലെ അവിടെ വലിയ മ്യൂസിയങ്ങളൊക്കെ ഉണ്ടാക്കി ഇതുപോലെ ശവങ്ങളും മമ്മികളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. അപ്പം പറയുകയാണ്, നീയും അതിൻ്റെ ഹൃദയത്തിൽ ഇപ്പോഴും അത് പഴയത് കിടപ്പുണ്ട്, ആ മിസ്രൈമിലെ ആരാധനയൊക്കെ കിടപ്പുണ്ട്. അതുകൊണ്ട് അതിൽ നിന്ന് നിന്നെ ഞാൻ മാറ്റി നിൻ്റെ ഹൃദയത്തെ ഒന്ന് ശുദ്ധീകരിക്കും, ഞാൻ നിനക്കൊരു പുതിയ ആത്മാവിനെ തരികയും ചെയ്യും, പുതിയൊരാത്മാവിനെ. നാമും ഒന്ന് ചിന്തിച്ച് നോക്കുക. ദൈവത്തിൽ നിന്ന് നമ്മൾ പലപ്പോഴും അകന്നു പോകാറില്ലേ? അപ്പോഴും ദൈവം പറയുന്നുണ്ട്, ഞാൻ നിൻ്റെ ഹൃദയത്തിൽ നല്ല ഒരാത്മാവിനെ തരും. ഈ പറയുന്നൊരു കാര്യമുണ്ട്, നമ്മൾ ഈ ബൈബിൾ വായിക്കുകയും ഈ പ്രവർത്തികളൊക്കെയും ചെയ്യുന്നത് എല്ലാത്തിൻ്റെ എഫക്റ്റ് ഒന്നാണെന്ന് നമ്മൾ കരുതരുത്. എല്ലാത്തിൻ്റെ എഫക്റ്റ് അതുകൊണ്ടാണ് വചനം നമ്മളോട് സംസാരിക്കുന്നുണ്ട്. കേട്ട വചനം നമുക്ക് വിശ്വാസമായി പരിണമിക്കുകയായാൽ അതവന് പ്രയോജനമായി വന്നില്ല. എന്തൊരർത്ഥമുള്ളൊരു വാക്യം, അല്ലേ? കേട്ട വചനം വിശ്വാസമായി പരിണമിക്കിയാൽ അത് അവന് പ്രയോജനമായി വന്നില്ല.
നമ്മളും ഓർക്കണം കേട്ട വചനം നമ്മളിലത് ക്രിയ ചെയ്യുന്നുണ്ടോ. പഴയകാലത്തൊരു ഞങ്ങളുടെ ചെറുപ്പത്തിലൊക്കെ ക്രിയ എന്ന് പറഞ്ഞ് കണക്കിന് ക്രിയ ചെയ്യുക എന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. അത് ഇപ്രകാരമാണ്. രാമു കടയിൽ പോയി 10 രൂപയ്ക്ക് 2 പെൻസിൽ മേടിച്ചു, അതിനകത്തുനിന്ന് 50 രൂപ കൊടുത്തു, ബാക്കി എത്ര കിട്ടും. അപ്പോൾ നമ്മളതിൻ്റെ ക്രിയ ഒരു സൈഡിൽ പോയി ചെയ്യും, എന്നിട്ട് അതിനൊരു റിസൾട്ട് കിട്ടും. അതിൻ്റെ റിസൾട്ട് ഇപ്പം 30 എന്നാണെന്ന് വിചാരിക്കുക. ആ 30 എന്നുള്ളത് ആ ബുക്കിൻ്റെ നടുവിലെടുത്ത് എഴുതിയിട്ട് അതിൻ്റെ അടിയിൽ 2 വരയും വരയ്ക്കും. എന്താണ്? സാറ് നോക്കുമ്പോഴേ അത് കാണണം. അതുപോലെ ആയിരിക്കണം നമ്മുടെ ജീവിതവും. ക്രിയ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ വചനം നമ്മുടെ ഹൃദയത്തിൽ ക്രിയ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് നമ്മുടെ ജീവിതത്തിലൂടെ കാണിക്കാൻ പറ്റണം. അല്ലാതെ നമുക്കതെങ്ങനെയാണ് തെളിയിക്കാൻ പറ്റുന്നത്? വിശ്വാസമുണ്ട് എന്ന് നമ്മൾ പറയുകയും, വിശ്വാസം എന്നാൽ നാരങ്ങയുടെ മുഴപ്പിലാണെന്ന് പറയാൻ പറ്റുമോ? നെല്ലിക്കയുടെ മുഴപ്പിലാണെന്ന് പറയാൻ പറ്റുമോ? കടുകുമണിയുടെ മുഴപ്പിലാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ ഇക്കാലത്ത്? ഇല്ല. നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ, എനിക്ക് വിശ്വാസമുണ്ടെങ്കിൽ അത് കാണിക്കേണ്ടത് എൻ്റെ പ്രവൃത്തിയിലൂടെയാണ്. എൻ്റെ പ്രവൃത്തിയിലൂടെ അല്ലാതെ ഒരു വിശ്വാസവും നമുക്ക് കാണിക്കാൻ പാടില്ല. അപ്പം നമ്മുടെ ഹൃദയത്തോട് തന്നെ ഒന്ന് ചോദിക്കാം, ഹൃദയമേ നിന്നെ ഞാൻ വഞ്ചിച്ചിട്ടുണ്ടോ? ഞാൻ നിന്നെ വഞ്ചിച്ചിട്ടുണ്ടോ? അപ്പോൾ ഹൃദയം പറയും, ഉണ്ട്, ഒത്തിരി പ്രാവശ്യം നീ വഞ്ചിച്ചിട്ടുണ്ട്, ധാരാളം പ്രാവശ്യം നീ എന്നെ വഞ്ചിച്ചിട്ടുണ്ടെന്ന് അത് ഇങ്ങോട്ട് തന്നെ പറയും. അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യുക. അരവയോ കുന്നിൻ്റെ ചുറ്റും നടന്നു നോക്കിയപ്പോൾ അജ്ഞാത ദേവൻ എന്നൊരു വേദിക്കല്ല് കണ്ടു എന്നാണ് പറയുന്നത്, അല്ലേ? ഒന്ന് ചുറ്റി നടന്നു നോക്കിയപ്പോഴാണ് അജ്ഞാത ദേവൻ എന്നുള്ള വേദിക്കല്ല് കാണുവാനായിട്ട് ഇടയാക്കിയത്. അജ്ഞാത ദേവനെന്നുള്ള വേലിക്കല്ല്. അതുപോലെ നമ്മളെ തന്നെ ഒന്ന് ചുറ്റി നടന്നു നോക്കാമെങ്കിൽ അജ്ഞാത ദേവനെന്നുള്ള വേലിക്കല്ല് കാണുവാനായിട്ട് സാധിക്കും. അത് നമ്മൾ ചിലപ്പോൾ മറ്റുള്ളവരോട് കാണിക്കുന്ന കുശുമ്പാകാം, കൂട്ടായ്മയാകാം, അഹങ്കാരമാകാം. അതൊക്കെ അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കൊക്കെ നമ്മുടെ ഹൃദയത്തോടെ ചോദിക്കണം. കാരണം എന്താണെന്നുള്ള അറിയാമോ? ആത്മാവിലുള്ള ജീവിതം വേണമെങ്കിൽ അതൊക്കെ നടപ്പാവുകയുള്ളൂ. ആത്മീയ ശരീരം മാത്രമേ ഉയർത്തെഴുന്നേൽക്കുന്നുള്ളൂ. അതുകൊണ്ട് ഇടയ്ക്കൊക്കെ നമ്മളെ തന്നെ നമ്മുടെ ഹൃദയങ്ങളോട് ഒന്ന് ചോദിക്കണം. താങ്ക് യു. പിന്നെ ഒന്ന് നോക്കുകയാണ് എങ്കിൽ നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നത് 2 കാര്യങ്ങളെ പേടിച്ചാണ്. ഒന്നാരെയാണെന്നറിയാം, ഒന്ന് ദൈവത്തെ പേടിച്ചും ഒന്ന് നിയമത്തെ പേടിച്ചും. അപ്പോൾ എൻ്റെ അമ്മ ചെറുപ്പത്തിലൊക്കെ വഴക്കിടുമ്പോൾ പറയും, ഒന്നെങ്കിൽ ദൈവത്തെ പേടി വേണം, അല്ലെങ്കിൽ മനുഷ്യനെ പേടി വേണമെന്ന് പറയുന്നത്. ഈ 2 ഇല്ലായെങ്കിൽ ദൈവത്തെ പേടിയും നിയമത്തെ പേടിയില്ലെങ്കിൽ നമുക്കൊക്കെ ജീവിക്കാൻ പോലും പറ്റുകയില്ല. അതുകൊണ്ട് വചനം നമ്മളോട് പറയുന്നുണ്ട്, മനസാക്ഷിയെയും കൂടെ ഓർത്ത് നമ്മൾ കീഴടങ്ങണം. ശിക്ഷയെ മാത്രമല്ല, മനസാക്ഷി ഓർത്ത് നമ്മൾ കീഴടങ്ങണം. ആർക്ക് കീഴടങ്ങണം? നമ്മുടെ മനസ്സിന് കീഴടങ്ങണം. നമ്മുടെ വായിൽ നിന്ന് നല്ല വചനങ്ങൾ പുറപ്പെട്ട് നമ്മൾക്ക് ആത്മീയരായിട്ട് ജീവിക്കാനായിട്ട് കഴിയും. ഇപ്പം നമ്മൾ 1 മാസമായതേ ഉള്ളൂ ക്രിസ്മസ് കഴിഞ്ഞു പോയിട്ട്. അതിനകത്തൊരു നല്ല വചനം പറഞ്ഞ ഒരു സ്ത്രീയുണ്ട്, മറിയ എലിസബത്തിൻ്റെ വീട്ടിൽ ചെന്ന് അവൾ ആത്മാവിൽ നിറഞ്ഞ് അവളെ വന്ദനം ചെയ്തപ്പോൾ അവളുടെ ഉള്ളിൽ പിള്ള തുള്ളി എന്നാണ് പറയുന്നത്. നല്ല വചനം കേട്ടപ്പോൾ അവളുടെ ഉള്ളിൽ പിള്ള തുള്ളി എന്നാണ് പറയുന്നത്. ഓർത്ത് നല്ല നടപ്പ്, നല്ല വർത്തമാനം. എന്നാൽ നമ്മളെപ്പറ്റി ഒന്ന് ചിന്തിച്ചു തോന്നി, നമ്മുടെ വർത്തമാനം കേട്ടാൽ തുള്ളും, പക്ഷേ പിള്ളയല്ല തുള്ളുന്നത്, ആരാ? വീട്ടിലുള്ളവർ തുള്ളുമല്ലേ? അപ്പോൾ മധുരമുള്ളതായിരിക്കണം, നല്ല ഉപ്പ് രുചിയുള്ളതാക്കി തീർക്കണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അതുപോലെ ആകാൻ എനിക്ക് കഴിയുന്നുണ്ടോ എന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പറയുകയാണ്, ഞാൻ ഇപ്പം എങ്ങനെയാണ് ഇങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്നത്? ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ തന്നെയാണ് ആത്മാവിലുള്ള ജീവിതം എന്ന് പറയുന്നത്. ആ ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്കറിയാമോ? ഒരു ഉത്തരവാണ്. നമുക്ക് പഴയകാലത്ത് ഉത്തരം തന്നിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ പറയായിരുന്നല്ലേ? അത് കഴിഞ്ഞ് ഉത്തരവും അറിയത്തില്ല, പിന്നെ ആ ക്വസ്റ്റ്യൻ അന്നൊക്കെ ഞാൻ ചിന്തിച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ആത്മാവിലുള്ള ജീവിതം എന്ന് പറയുന്നതിന് മുമ്പിലുള്ള ക്വസ്റ്റ്യനാണ്, ഞാൻ രക്ഷപ്പെടുവാൻ എന്ത് ചെയ്യണം? പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൻ്റെ ഉത്തരവാണ് ആത്മാവിലുള്ള ജീവിതം നീ നയിക്കണം. എന്നാൽ എന്ത് ചെയ്യും? നീ രക്ഷപ്പെടും. എന്നാൽ രക്ഷ എന്ന് പറഞ്ഞാൽ എന്താ? രക്ഷ എന്ന് പറഞ്ഞാൽ വലിയ ഇപ്പം പെന്തക്കോസ്തുകാർ കാണുമ്പോഴേ ചോദിക്കുന്നത് രക്ഷിക്കപ്പെട്ടോ, നമ്മളെ പേടിപ്പിച്ച് കളയും അല്ലേ? രക്ഷപ്പെട്ടോ എന്ന് ചോദിക്കും. രക്ഷ എന്ന് ഇത്രയേ ഉള്ളൂ. രക്ഷിക്കപ്പെട്ടോ എന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. ഒരു ശിക്ഷ വെച്ചിട്ടുണ്ട്, ആ ശിക്ഷയിൽ നിന്ന് നീ രക്ഷപ്പെട്ടോ. ടീച്ചറിൻ്റെ അടി കിട്ടാതെ നീ രക്ഷപ്പെട്ടോ. ഞാൻ സിമ്പിളായിട്ട് പറയുന്നത് അത്രയേ ഉള്ളൂ. ശിക്ഷ വെച്ചിട്ടുണ്ട് എനിക്കും നിനക്കും, അതിൽ നിന്ന് നീ രക്ഷപ്പെട്ടിട്ടുണ്ടോ? അത് മാത്രമാണ് നമ്മളോട് ചോദിക്കുന്നത്. നമ്മളൊന്ന് ഓർത്ത് നോക്കിക്കേ.
നമ്മുടെ ജീവിതം ഏതാണ്ട് എൻ്റെ 60 വയസ്സായി, അപ്പം തീരാറായൊരു സമയമാണ്. തീരാറായെന്നല്ല, അങ്ങനെ നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ 60% തീർന്നു കഴിഞ്ഞു. കൂടിപ്പോയ 70, 80 അല്ലേ, അത് കൂടുതൽ അത്രയോളമെന്നറിയാം. ഇനി 20 വർഷം കൂടെയാണ്. എൻ്റെ ഈ 60 വർഷം ഞാൻ എന്ത് ചെയ്തു? നിങ്ങൾക്കറിയാം, യോവൽ പ്രവചനത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്. യഹൂദാദേശത്ത് ഭയങ്കരമായിട്ടുള്ള ക്ഷാമം ഉണ്ടായി. ആ ക്ഷാമം ഉണ്ടാകാനായിട്ടുള്ള കാരണം എന്തായിരുന്നെന്നറിയാമോ? അവിടെ വിട്ടിലുകൾ വന്ന്, തുള്ളൻ വന്ന്, പച്ചപ്പുഴു വന്ന്, പച്ചയായിട്ടുള്ള അല്ലേ ക്ലോറോഫിലായിട്ടുള്ള ഇലകൾ മുഴുവൻ തിന്നു തീർത്തു. പിന്നെ അവിടെ ധാന്യങ്ങളുണ്ടായില്ലെങ്കിൽ പിന്നെ ക്ഷാമം വരാതിരിക്കുമോ? അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും കുറേ ഭാഗം വന്ന് തുള്ളൻ തിന്നു. തുള്ളനൊരു പ്രത്യേകത ഉണ്ട്. അത് ടോപ്പിൽ കൂടെ, ഈ മരങ്ങളുടെ ടോപ്പുകളിൽ കൂടെ ഇങ്ങനെ തുള്ളി കുറച്ച് കടിച്ച് മുറിച്ചിടുകയുള്ളൂ. അതിൻ്റെ പുറകെ വെട്ടുക്കിളി വന്നു. വെട്ടുക്കിളി എന്ന് പറഞ്ഞാൽ കിളിയല്ല, അതൊക്കെ ഈ വിട്ടിൽ സൈസാണ്, ലോക്കസ്റ്റ് വിഭാഗത്തിൽ പെടുന്നതാണ്. അത് വന്ന് അതിൻ്റെ ബാക്കി തിന്നു. അതിൻ്റെ താഴേക്ക് വരുമ്പോൾ വിട്ടിൽ തിന്നുന്നതന്നെ പുല്ലൊക്കെ പുൽപ്രദേശത്തല്ലേ വിട്ടിലിനെ കാണുന്നത്. ആ വിട്ടിലാണ് തിന്നത്. പിന്നെ തിന്നത് എന്താണെന്നറിയാവോ? പച്ചപ്പുഴു ഒരു ഇല കയറി ആ തിന്നുന്ന എങ്ങനെയാണെന്നറിയാമോ? അതിൻ്റെ ഞരമ്പ് പോലും ശേഷിപ്പിക്കാതെ മുഴുവനും തിന്നു. നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയല്ലായിരുന്നോ? കുറേ നാൾ അറിവില്ലായ്മയുടെ കാലങ്ങളുണ്ടായിരുന്നു. കുറേ കാലം മറ്റുള്ളവരുടെ കണ്ണിലെ കോലെടുത്തുകൊണ്ട് കടന്നു. മറ്റുള്ളവരുടെ കണ്ണിലേക്ക് കരടെടുത്തുകൊണ്ട് കടന്നു. എന്തുകൊണ്ട്? നമ്മുടെ കണ്ണിലെ കോലിരിക്കുമ്പോൾ. കുറേ കാലം നമ്മൾ അഹങ്കാരത്തിൽ നടന്നു. കുറേ കാലത്ത് നമ്മൾ അജ്ഞത നടിച്ചു നടന്നു. കുറേ കാലത്ത് നമ്മൾ മറ്റുള്ളവരോട് ഗർവിൽ നടന്നു അല്ലേ? മറ്റുള്ളവരോട് നമ്മൾ പക വെച്ചുകൊണ്ട് നടന്നു അല്ലേ? കുറച്ച് നാൾ ഞാൻ എൻ്റെ അപ്പനെയും അമ്മയും നോക്കാതെ അങ്ങ് നടന്നു. കുറച്ച് നാൾ ഞാൻ എൻ്റെ പള്ളിയിൽ കയറാതെ അങ്ങ് നടന്നു. കുറച്ച് നാൾ ഞാൻ എൻ്റെ അയൽക്കാരുമായിട്ട് വഴക്കിട്ടങ്ങ് നടന്നു. പോരെ, അവസാനം പച്ചപ്പുഴു തിന്നുന്ന ഒരു തീനുണ്ട്. ഒരു വെള്ള പേപ്പർ ഒന്ന് കത്തിച്ച് കഴിയുമ്പോഴത്തേക്കും നിങ്ങളൊന്ന് നോക്കണം, അതിങ്ങനെ അരിച്ചരിച്ച് താഴേക്ക് വരും. പിന്നെ ഒന്നും ശേഷിപ്പിക്കുകയില്ല. മറ്റുള്ളതൊക്കെ കുറേയെങ്കിലും ശേഷിപ്പിക്കും. നമ്മുടെ ജീവിതം പച്ചപ്പുഴു തിന്നുന്നിടം വരെ നമ്മൾ വെച്ചുകൊണ്ടിരിക്കരുത്. അതിനു മുമ്പ് എന്ത് ചെയ്യണം? ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് വരണം. എന്തിനാണ് മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് വരുന്നത്? നമ്മൾ ആത്മീക ജീവിതം നയിക്കാൻ. എന്തിനാണ് നമ്മൾ ആത്മീക ജീവിതം നമ്മൾ നയിക്കുന്നത്? ആത്മശരീരം മാത്രമേ എടുക്കപ്പെടുകയുള്ളൂ. ആത്മീക ശരീരം മാത്രമേ എടുക്കപ്പെടുകയുള്ളൂ. ആത്മസ്വഭാവമുള്ളവരൊക്കെയും ആരുടെ മക്കളാണ്? ദൈവത്തിൻ്റെ മക്കളെന്ന് റോമാ പ്രവചനത്തിൽ പറയുന്നുണ്ട്. കുറേ ആൾക്കാർ വിശുദ്ധ മത്തായി എഴുതി സുവിശേഷത്തിൽ വരുന്നുണ്ട്. കർത്താവേ നിൻ്റെ നാമത്തിൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കി അനേകരെ ഞങ്ങൾ സൗഖ്യമാക്കുകയൊക്കെയും ചെയ്തു. അകത്തുനിന്ന് ഒരൊറ്റ ശബ്ദം ഉണ്ടായിരുന്നുള്ളൂ, ഞാൻ നിങ്ങളെ അറിയില്ല. അതേസമയം വേദഭാഗത്ത് വേറൊരു ഭാഗത്ത് പറയുന്നുണ്ട്, നീതിമാൻ പ്രയാസേന രക്ഷപ്പെടുന്നു എന്ന് ഓർക്കണം. നീതിമാൻ പ്രയാസേന രക്ഷപ്പെടുന്നെങ്കിൽ പാപിയുടെയും അഭക്തരുടെയും ഗതി എന്താകും? ഒന്ന് ഓർത്ത് നോക്കിക്കേ. ഞാൻ ഉൾപ്പെടെ ചിന്തിക്കുന്നത് കൊണ്ട് പറഞ്ഞതാ. നമ്മൾ ഭക്തരെന്ന് പറയുന്ന മിസ്റ്റർ തങ്കുവൊക്കെ ഉണ്ടല്ലോ, തങ്കു ബ്രദർ, അവരൊക്കെ ആണെങ്കിൽ രക്ഷപ്പെടുന്നത് അത് എൻ്റെ ഇതിൽ പറയുന്നതാണ്. പ്രയാസേനയാണ് അവരൊക്കെ രക്ഷപ്പെടുന്നത് എങ്കിൽ എന്നെപ്പോലെയുള്ള ഭക്തനും പാപിയമായ നമ്മൾ എങ്ങനെ രക്ഷപ്പെടും? നമ്മുടെ കാര്യം കട്ടപ്പുക അല്ലേ? അപ്പം നമ്മുടെ ഹൃദയത്തെ ശോധന ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. അന്തരിന്ദ്രിയങ്ങളെ ശോധന ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. അടുത്ത നവംബർ 10 യേശു വരുവാന്ന് നമ്മുടെ സ്വർഗത്തിൽ നിന്ന് യേശു ഇവിടെ വന്ന് കത്തീഡ്രൽ പള്ളിയല്ലേ, കത്തീഡ്രൽ തന്നെ വന്ന് പറഞ്ഞു, അടുത്ത നവംബർ 10 നമുക്കൊരുങ്ങാൻ നേരമുണ്ടോ? ഇല്ല. അപ്പോഴെന്താണ് നമുക്ക് ചെയ്യേണ്ടത്? ദിനംതോറുമുള്ള നമ്മുടെ ജീവിതം ദൈവമായിട്ടായിരിക്കണം. ദിനംതോറുമുള്ളൊരു ജീവിതം നമ്മൾ ദൈവമായിട്ടാണെങ്കിൽ മാത്രമേ നമുക്ക് സ്വർഗരാജ്യത്തിന് അവകാശിയാകാൻ പറ്റുള്ളൂ. നമ്മുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് തന്നെ സ്വർഗരാജ്യത്തിൽ കടക്കണം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നുണ്ട് കേട്ടോ. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ഒരു 3-ാം അധ്യായത്തിൽ അതിൻ്റെ അവസാനമായിട്ട് പറയുന്നുണ്ട്, ഹാബേലും കായീൻ്റെ ഭാഗത്ത് പറയുന്നുണ്ട്. അതിപ്രകാരമാണ് അത് പറയുന്നത്, പാവം നിൻ്റെ പടിവാതിൽക്കൽ കിടക്കുന്നു,
പാവം നിൻ്റെ പടിവാതിൽക്കൽ കിടക്കുന്നു, അതിൻ്റെ നോട്ടം നിന്നോടാകുന്നു, നീയോ അതിനെ കീഴടക്കണം. എന്തെല്ലാം ഒരു വാക്യം, അല്ല അർത്ഥമുള്ളൊരു വാക്യമാണ് അല്ലേ? പാവം നിൻ്റെ പടിവാതിൽക്കൽ കിടക്കുന്നു, നിൻ്റെ വീടിൻ്റെ പടിവാതിൽക്കലല്ല, നിൻ്റെ ഹൃദയത്തിൻ്റെ പടിവാതിൽക്കൽ, നിൻ്റെ വായുടെ പടിവാതിൽക്കൽ, നിൻ്റെ കൈയുടെ പടിവാതിൽക്കൽ, നിൻ്റെ കാലിൻ്റെ പടിവാതിൽക്കലൊക്കെ കിടക്കുകയാണ്. എപ്പോഴാണ് ഞാൻ നിൻ്റെ മേത്തേക്കൊന്ന് ചാടി കയറി വരേണ്ടത്? ഇനി നമ്മൾ സാധാരണ ഒന്ന് ഓർത്ത് നോക്കിയാൽ, നമ്മുടെ വീടിൻ്റെ തിണ്ണയിൽ ആ ചവിട്ടിയൊക്കെ ഇടുന്നിടത്തൊരു പട്ടി കിടക്കുക. ആ പട്ടി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കുക, ആ ചാടി ഞാൻ എപ്പോഴാണ് അതിൻ്റെ അകത്തേക്ക് വരേണ്ടത്, എപ്പോഴാണ് ഞാൻ അങ്ങോട്ട് അകത്ത് കയറി നിങ്ങളെയൊക്കെ ഒന്ന് കടിക്കേണ്ടതെന്ന് ഓർത്ത് കിടക്കുകയാണ്. എപ്പോഴാണ് നമ്മളതിനെ സമ്മതിക്കരുത്. നീയോ അതിനെ കീഴടക്കണം, നീയോ അതിനെ കീഴടക്കണം. ഒന്ന് ഓർത്ത് നോക്കുക. പാവം നമ്മുടെ പടിവാതിൽക്കലാണ് കിടക്കുന്നത്, അതിനെ നമ്മൾ കീഴടക്കണം. ബൈബിളിനൊരു പ്രത്യേകതയുണ്ട്. എല്ലാ മീറ്റിങ്ങിൻ്റെയും ഫസ്റ്റ് വെൽക്കം അല്ലേ? വെൽക്കം വരെ അച്ഛൻ എന്നെ വെൽക്കം ചെയ്തു ആദ്യമേ തന്നെ, അതാണ് മീറ്റിംഗ് അല്ലേ? പക്ഷേ ബൈബിളിനൊരു പ്രത്യേകതയുണ്ട്. അവസാനമാണ് വെൽക്കം ചെയ്യുന്നത്. അതേ അവസാനമാണ്, അതേ മണവാട്ടി കടന്നു വരിക. ഏറ്റവും അവസാനം വെളിപ്പാട് പുസ്തകത്തിൻ്റെ എന്ന് പറഞ്ഞ കാരണം എന്നറിയാം, ബൈബിളിലെല്ലാം വായിച്ചതിന് വരിക എന്ന് മണവാട്ടിയും പറയുന്നു, വരിക എന്ന് മണവാട്ടിയും പറയുന്നു. കാരണം എന്നറിയോ? 66 പുസ്തകം വായിച്ചിട്ട് നിനക്ക് പ്രവർത്തിപ്പാൻ പറ്റിയെങ്കിൽ നീ കടന്നു വരിക എന്ന നമ്മുടെ വേദപുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇനി നമ്മൾ ഇന്ന് കേട്ട സങ്കീർത്തനത്തിലേക്കൊന്ന് പോവുകയാണെങ്കിൽ, നമുക്കൊരു കാര്യമുണ്ട്. ദൈവത്തിൻ്റെ കണ്ണ് വെട്ടിച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല, ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. എൻ്റെ അമ്മ ചെറുപ്പത്തിൽ ഞങ്ങൾ ഒറ്റ വാക്യം കൊണ്ടൊക്കെയാണ് ഞാനൊക്കെ ജീവിച്ചെന്ന് ഓർക്കാം. അമ്മ പറയായിരുന്നു, ദൈവത്തിൻ്റെ കണ്ണ് വെട്ടിക്കാവുന്ന നീ ഓർക്കണ്ട. അല്ല, ദൈവത്തിൻ്റെ കണ്ണ് വെട്ടിക്കാവുന്ന നീ ഓർക്കണ്ട. നീ നിൻ്റെ മനസാക്ഷിയോട് ചോദിച്ചോ, ദൈവത്തിൻ്റെ മുമ്പിൽ നീ എല്ലാം സറണ്ടർ ചെയ്യേണ്ടവരാണ്. സറണ്ടർ ചെയ്തുള്ളൊരു ജീവിതമാണ് നല്ലത്. അല്ലെങ്കിൽ എന്ത് ചെയ്യും? സറണ്ടർ ചെയ്തില്ല എങ്കിൽ നിന്നെ പ്രതിയോഗി വലിച്ച ന്യായാസനത്തിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുപോകും. പ്രതിയോഗി നിന്നെ വലിച്ചുകൊണ്ട് പോകും അല്ലേ? പ്രതിയോഗിയോട് നീ നിങ്ങളുടെ ജീവിതമാകുന്ന ആ വഴിയിൽ വെച്ച് തന്നെ നിരന്നുകൊള്ളുക, അല്ലെങ്കിൽ നിന്നെ ന്യായാസനത്തിന് മുമ്പാകെ കൊണ്ടുപോകും. ന്യായാസനം, നമ്മുടെ ദൈവം ഇരിക്കുന്ന ന്യായാസനം, ദൈവത്തിന് മുഖപക്ഷമില്ല. ദൈവം അവിടുന്ന് ഒരു വിധി വിധിക്കും. നമ്മുടെ ന്യായാധിപൻ ഒരു വിധി വിധിക്കും. ആ വിധിക്കൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയാമോ? പ്രതി ഉണ്ടല്ലോ, വിധിക്കുന്ന ന്യായാധിപൻ ജഡ്ജ് വിധിക്കുമ്പോൾ അതിൻ്റെ പ്രതിക്ക് അതിൻ്റെ കുറ്റബോധവും പാപബോധവും വന്നതിന് ശേഷം മാത്രമേ കുറ്റം വിധിക്കുകയുള്ളൂ. എനിക്കാണത് കേൾക്കും. പാപബോധവും കുറ്റബോധവും നടത്തിയതിന് ശേഷം മാത്രമേ നമ്മുടെ ദൈവം ന്യായം വിധിക്കുകയുള്ളൂ. അതിന് വേറൊരു പ്രത്യേകതയും കൂടെയുണ്ട്. അതിന് ആരും അപ്പീൽ കൊടുക്കാൻ വേറൊരു അഡ്വക്കേറ്റും കയറി വരികയില്ല. കാരണം എന്താണെന്നറിയാവോ? ആ ന്യായ കോടതിയിൽ 3 സാക്ഷികൾ അവിടെ നിൽക്കുകയാണ്. നമ്മളത് ചെയ്തിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ 3 സാക്ഷികൾ അതിന് ചുറ്റും നിൽക്കുകയാണ്. ഒന്ന് ജലം, മറ്റൊന്ന് രക്തം, മറ്റൊന്ന് ആത്മാവ്. ഈ 3 കൂടാതെ നമ്മൾ ആരും തെറ്റ് ചെയ്തിട്ടില്ല. ജലം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള ബോഡി കണ്ടൻറ്റിൻ്റെ ഏതാണ്ട് ഡോക്ടേഴ്സ് ഉണ്ടോയെന്ന് അറിയിച്ചുകൂടാ, 60% വാട്ടർ കണ്ടൻറ്റാണ്. അപ്പം നമ്മുടെ ശരീരമില്ലാതെ ആരെങ്കിലും പാപം ചെയ്തിട്ടുണ്ടോ? ഇല്ല. നമ്മുടെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ ഇരിക്കുമ്പോഴാണ് നമ്മൾ പാപം ചെയ്തിട്ടുള്ളത് അല്ലേ? പിന്നെ രക്തം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവനുള്ളപ്പോഴാണ് പാപം ചെയ്തത്. നമ്മുടെ രക്തം എന്ന് പറഞ്ഞാൽ ജീവനിരിക്കുന്ന സ്ഥലമാണ് രക്തം. അങ്ങനെയാകുമ്പോൾ ഇവർ 3 നമ്മൾക്കെതിരെ സാക്ഷി പറഞ്ഞെങ്കിൽ നമുക്ക് സറണ്ടർ ചെയ്തേ മതിയാവുള്ളൂ. നമ്മുടെ ജീവിതം ചെറിയൊരു ജീവിതമാണ്. ആ ദൈവത്തിൻ്റെ മുമ്പിൽ ഇവിടെ സങ്കീർത്തനക്കാരനൊരു വാക്ക് പറയുന്നുണ്ട്, നിന്നെ വിട്ട് ഞങ്ങൾ എവിടെ പോയി വിളിക്കും? ഞങ്ങൾ ആകാശത്ത് കയറിയാൽ നീ അവിടെയുണ്ട്, ഭൂമിയിൽ പാതാളത്തിൽ കിടക്ക് വെച്ചാൽ അവിടെയുണ്ട്, സമുദ്രത്തിൻ്റെ അടിയിൽ പോയി പാർത്താൽ നീ അവിടെയുണ്ട്, പ്രവാസത്തിലേക്ക് പോയാൽ നീ അവിടെയുണ്ട്, നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂടി വെച്ചാലും ഞാൻ നിന്നെ അവിടുന്ന് ഇറക്കും മോനെ. പോരെ? നമ്മൾ ഇടയ്ക്ക് ബൈബിൾ വായിച്ച് ധ്യാനിക്കുമ്പോൾ ഒത്തിരി ചിന്തിക്കേണ്ട, 1-2 എണ്ണമൊക്കെ നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടാൽ വചനം മൂർച്ചയുള്ള വാളാണെന്നുള്ള ആ ഇതിൽ മാത്രം നാം ഇരിക്കുക. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടണം. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ മുമ്പിൽ നാം ഇരിക്കുന്നു എന്നുള്ള ചിന്തയോടുകൂടിയാണ് ഈ മധുബഹയിലിരുന്ന് അച്ഛന്മാർ രാവിലത്തെ ഒരു പ്രാർത്ഥനയുണ്ട്. അതിപ്രകാരമാണ്: സർവശക്തനായ ദൈവമേ, സകല ഹൃദയങ്ങളും തുറന്നിരിക്കുകയും സകല ആഗ്രഹങ്ങളും അറിയപ്പെട്ടവയും നിന്നിൽ നിന്ന് രഹസ്യങ്ങളൊന്നും മറവില്ലാത്തതുമാകുന്നുവല്ലോ. സകല ഹൃദയവും നിന്നിൽ തുറന്നിരിക്കുന്നു, സകല ആഗ്രഹവും നീ ചോദിക്കുന്നതിന് മുമ്പ് ഞാൻ അറിയുന്നു, നിന്നിൽ നിന്ന് രഹസ്യങ്ങളൊന്നും മറവില്ല. കുറേ രഹസ്യം വെച്ചുകൊണ്ട് വന്ന നിന്നിൽ നിന്നൊന്നും മറവില്ല. നിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിശ്വാസത്താൽ എൻ്റെ ഹൃദയത്തിലെ നിലവുകളെ വെടിപ്പാക്കണമേ. അച്ഛൻ ഇവിടെ നിന്നൊന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടോ എങ്കിൽ ഈ തുറന്നു കിടക്കുന്ന ജനലിൽ കൂടെ നമ്മൾ ചാടി ഇറങ്ങി ഓടും. കാരണം അതുപോലെ ചെയ്തിട്ടാണ് ഞാനും നിങ്ങളിവിടെ വന്നിരിക്കുന്നത് അല്ലേ? ഈ സാരിയുടെ തുമ്പ് കൊണ്ട് തല മൂടിയ പാവം തീർന്നിട്ടില്ല. നമ്മളും ദൈവമായിട്ട് ഒരു കോണ്ടാക്റ്റ്
അറിഞ്ഞുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ ചെന്ന് തെറ്റുകളെ ഏറ്റുപറഞ്ഞ് എനിക്ക് നിൻ്റെ സന്നിധിയിൽ തന്നെ വന്നു ചേരണം എന്നുള്ള ആ ഹൃദയത്തോടെ അച്ഛൻ ആ പറയുന്നത് അത് നമ്മൾ കേൾക്കാൻ സാധ്യതയില്ല. കാരണം എന്താണെന്നറിയാമോ? അച്ഛൻ അത് ചൊല്ലുന്ന സമയത്ത് നമ്മൾ താഴേന്ന് കയറി വരാൻ, നമ്മൾ കാറിൻ്റെ ഡോറ് അടയ്ക്കാൻ, വന്നവർ ബാഗൊക്കെ ഒന്ന് നേരെ ആക്കാൻ, ഇൻക്ലൂഡിങ് എന്നെയും കൂടെ മാറ്റി നിർത്തിക്കൊണ്ടാണ്. എന്തെങ്കിലും പറയുന്നുണ്ട് അത് ഞാൻ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. മാറ്റി വെക്കാനൊക്കെ ഇടുന്ന സമയമുണ്ട്. അച്ഛൻ ആ സമയം കൊണ്ട് ഇത് ആദ്യമേ ആയതുകൊണ്ട് അങ്ങ് ചൊല്ലി തീർന്നു. ശരിക്കും അന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മളോട് തന്നെ എൻ്റെ മക്കളെ നിങ്ങൾ തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ട് വന്ന് നിൽക്കരുതേ എന്നാണ്. അങ്ങനെയെങ്കിലും ഒരു മാനസാന്തരം ആവശ്യമാണ്. അതും മധുവഹയിൽ നിന്ന് അച്ഛൻ വിളിച്ച് പറയുന്നുണ്ട് എങ്ങനെ മാനസാന്തരപ്പെടണം. അതും ഇന്ന് അച്ഛൻ വിളിച്ച് പറഞ്ഞത് അവിടെ നിന്ന്. ഹൃദയങ്ങൾ ആരുടെയെങ്കിലും ഹൃദയത്തിൽ തോന്നുന്നുണ്ട് എങ്ങനെ മാനസാന്തരപ്പെടണമെന്നാണ് പറഞ്ഞേക്കുന്നതെന്ന്. മനഃപൂർവമായ മാനസാന്തരത്തോടും സത്യവിശ്വാസത്തോടും, അല്ലേ? മനഃപൂർവമായ മാനസാന്തരമേ പറ്റുള്ളൂ. ഹസ്ബൻഡ് മാനസാന്തരപ്പെട്ട വൈഫിനൊന്നുമില്ല, വൈഫ് കേട്ട ഹസ്ബൻഡിനൊന്നുമില്ല. കാരണം എന്നാൽ നാം ഓരോരുത്തരുമാണ് ദൈവത്തിൻ്റെ സന്നിധി കണക്ക് ബോധിപ്പിക്കേണ്ട വരും. എൻ്റെ കണക്ക് എൻ്റെ ഹസ്ബൻഡിൻ്റെ കയ്യിലിരിപ്പുണ്ട്, ഞാൻ പോയി മേടിച്ചുകൊണ്ട് വരട്ടെ എന്ന് പറഞ്ഞാൽ ദൈവം സമ്മതിക്കുകയില്ല. ഞാനാണ് നീ എൻ്റെ മുന്നിലാണ് കണക്ക് തരേണ്ടത്, നീ അത് തന്നേ പറ്റൂ മോനെ എന്ന് പറയും. മനഃപൂർവമായ ഒരു മാനസാന്തരം നമുക്ക് ആവശ്യമാണ്. ഞാനധികം നീട്ടിക്കൊണ്ട് പോകുന്നില്ല. നമ്മൾക്ക് ഈ ഒരു ദിവസം ഏതാണ്ട് ഒരു ആഴ്ച 168 മണിക്കൂറുകളുണ്ട്. അതിനകത്ത് വെറും അരമണിക്കൂറുകൾ മാത്രമാണ് തിയറി ക്ലാസ്, അല്ലേ? ഈ അരമണിക്കൂർ ഞാൻ പറയുന്നതും അച്ഛൻ പറയുന്നത് എല്ലാം കൂടി 1-2 മണിക്കൂർ. പിന്നെയുള്ള മണിക്കൂറൊക്കെ പ്രാക്ടിക്കലിനുള്ളതാണ്. തിയറിയും പ്രാക്ടിക്കലും ഒരുപോലെ പാസ്സായാൽ മാത്രമേ നമ്മൾ ഈ ലോകത്തിൽ നിന്ന് നമുക്ക് ഫുൾ മാർക്കോടുകൂടെ പോകാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. ഫുൾ മാർക്കോടുകൂടി നമുക്ക് പോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു ടിപ്പ് പറഞ്ഞുതരാം. ഇപ്പം ടിപ്സിൻ്റെയൊക്കെ കാലമല്ലേ, അല്ലേ? ഒരു ക്ലൂവിൻ്റെ കാലമല്ലേ? ഞാൻ പാപം ചെയ്യാതിരിക്കാനൊരു ചെറിയൊരു ടിപ്പ് പറഞ്ഞുതരാം. കൗൺസിലിംഗ് ആൻഡ് സൈക്കോതെറാപ്പി പഠിപ്പിച്ചപ്പോൾ സാറ് പഠിപ്പിച്ചതെന്ന്. അതിത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾ എന്നോട് പറയുകയാണ് ലിസമ്മേ എനിക്ക് ലിസമ്മേ ഇഷ്ടമില്ല എന്ന് പറയുകയാണെന്ന് വിചാരിച്ചോ. കാരണം ഞാൻ ഉടുത്തിരിക്കുന്ന സാരി ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല നിങ്ങൾക്ക് എന്നെ ഇഷ്ടമില്ല എന്ന് പറഞ്ഞത്. എനിക്ക് വലിയ ഭംഗിയില്ലാത്തതുകൊണ്ടല്ല ഇഷ്ടമല്ല എന്ന് പറഞ്ഞത്. പിന്നെ എന്താണ്, അവരുടെ പെരുമാറ്റം അത്ര ശരിയല്ലായിരുന്നു. വന്നപ്പോഴേ വലിയ ഗർവോടുകൂടി ഇരിക്കുന്നു, അല്ലേ? ഒന്നും മിണ്ടിയില്ല. ഞാൻ ചിരിച്ചപ്പോൾ ഒന്നും ചിരിച്ചില്ല, അല്ലേ? അതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്നെ ഇഷ്ടമില്ല എന്ന് പറയാൻ ചാൻസ് ഉള്ളൂ. അല്ലാതെ എന്നെപ്പറ്റി അതൊന്നും അറിഞ്ഞുകൂടാ. പക്ഷേ അതിന് പറയുന്നതാണ് മറ്റുള്ളവർ കാണുന്നതിൻ്റെ കാര്യം എന്നാണെന്നറിയോ? മറ്റുള്ളവർ കാണുന്ന എൻ്റെ പെരുമാറ്റമേ കണ്ടിട്ടുള്ളൂ. അതെൻ്റെ പെരുമാറ്റത്തിൻ്റെ ഭാഗമാണ്. ഞാൻ മിണ്ടിയില്ലെങ്കിൽ അത് എൻ്റെ പെരുമാറ്റത്തിൻ്റെ ഭാഗമാണ്. ഞാൻ ചിരിക്കുന്നില്ലെങ്കിൽ അതെന്നെ എൻ്റെ പെരുമാറ്റത്തിൻ്റെ ഭാഗമാണ്. പെരുമാറ്റം ഒരു വലിയ മാറ്റം. അതിനു മുമ്പ് നമ്മളൊരു പെരുമാറ്റം ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഉള്ളിൽ ഒരു ചെറുമാറ്റം സംഭവിക്കുന്നുണ്ട്. ചെറുമാറ്റത്തിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നതാണ് പെരുമാറ്റം. ഈ ചെറുമാറ്റം നിങ്ങളാരും കാണുന്നില്ല. ആ ചെറുമാറ്റം കാണുന്ന രണ്ട് പേരേ ഉള്ളൂ, ഞാനും എൻ്റെ ദൈവവും. ഉദാഹരണം പറയാം. എനിക്ക് അന്നക്കുട്ടിയെ ഇഷ്ടമില്ല. അന്നക്കുട്ടി വരുന്നുണ്ട്, അന്നക്കുട്ടിയോട് ഞാൻ മിണ്ടുന്നില്ല. അവൾ നേരെ ഓപ്പോസിറ്റ് വരെ ഞാൻ മിണ്ടുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇന്നിപ്പോൾ എന്നോട് എന്നെ സപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ട് എനിക്കിഷ്ടമില്ല. അന്നക്കുട്ടിയും ഇവിടെ ഞാൻ മിണ്ടാതെ അങ്ങ് പോയേക്കാന്ന് മനസ്സിൽ വരുത്തി നേരെ ഓപ്പോസിറ്റ് നമ്മൾ ചെല്ലുകയാണ്. അറിഞ്ഞത് രണ്ട് പേരേ ഉള്ളൂ. ആരാണ്? ഞാനും എൻ്റെ ദൈവവും മാത്രമേ അറിഞ്ഞുള്ളൂ. ദൈവം പറയാണ് കുഞ്ഞെ നീ അവളോട് മിണ്ടണം എന്ന് പറയുമ്പോൾ അവിടെ വിജയം വന്നെങ്കിൽ ഞാൻ അന്നക്കുട്ടിയോട് മിണ്ടും. അന്നക്കുട്ടി എൻ്റെ ചെറുമാറ്റം കണ്ടില്ല, ആ പെരുമാറ്റമേ കണ്ടുള്ളൂ. ഞാൻ മിണ്ടി എന്നുള്ള പെരുമാറ്റമേ കണ്ടുള്ളൂ. നിങ്ങൾ ചെറുമാറ്റത്തിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ദൈവമായിട്ടുള്ളൊരു ദൈവത്തിൽ താന്ന് ഇന്ന് കൊടുക്കുക. അപ്പോൾ നമുക്ക് വിജയം പ്രാപിക്കാം. ഒരു കാര്യം കൂടെ പറയട്ടെ. നിങ്ങൾക്കറിയാം വലിയ ദുഷ്ടനായ ശൗല്, അല്ലേ, പൗലോസായി മാറിയത് എവിടെ വെച്ചാണെന്നറിയാം? ദമസ്കോസിൻ്റെ പടിവാതൊക്കെ വെച്ചാണ് മാറിയതല്ലേ? അവിടെ വെച്ച് നടന്ന സംഭവം എന്നാണെന്നറിയാം? അവിടെ നടന്നത് എന്തായിരുന്നു? അവിടെ നടന്നത് ഈ ശൗലിൻ്റെ ഗോത്രം ഏതാണ്? ബെന്യാമീൻ ഗോത്രമാണ്. ബെന്യാമീൻ ഗോത്രത്തെ വിശേഷിപ്പിക്കുന്നത് എന്താണെന്നറിയാമോ? കടിച്ചു കീറുന്ന ചെന്നായി എന്നാണ് അറിയപ്പെടുന്നത്. അതേസമയം ദൈവം ഏത് ഗോത്രത്തിലുള്ളതാണ്? ഏതാ? യഹൂദ ഗോത്രത്തിലുള്ളത്, അല്ലെ? യഹൂദ ഗോത്രത്തെ വിശേഷിപ്പിക്കുന്നത് എന്താണെന്നറിയാമോ? യഹൂദയിലെ സിംഹവും കടിച്ചു കീറുന്ന ചെന്നായും കൂടിയായിരുന്നു ദമസ്കോസിൻ്റെ പടിവാതിൽ കടന്ന കടിപിടി ഉണ്ടായത്. ചെന്നായും സിംഹവും തമ്മിലുള്ള കടിപിടി. അതിൽ നിന്ന് വിജയിച്ചതാരാണ്? സിംഹം. നമ്മുടെ ഹൃദയത്തിലും ഇതുപോലെ തന്നെ യഹൂദയിലെ സിംഹവും കടിച്ചു കീറുന്ന ചെന്നായും തമ്മിൽ എപ്പോഴും ഇങ്ങനെ സംഘർഷം ഉണ്ടാകും. ഞങ്ങളങ്ങ് താഴ്ന്നു കൊടുത്താണ് എൻ്റെ സിംഹമേ നീ തന്നെ ജയിച്ചോളൂ എന്ന്. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതം ആരും കാണാതെ നമുക്ക് സ്വർഗത്തിൽ ഭദ്രമാക്കുവാനായിട്ട് സാധിക്കും. അതിനായി നമ്മുടെ ഈ വർഷത്തെ സന്നദ്ധ സുവിശേഷ സംഘത്തിൻ്റെ ഈ നല്ല ഒരു ചിന്താവിഷയത്തെ ദൈവം നമ്മുടെയൊക്കെ ഹൃദയത്തിൽ നല്ല വിത്തായിട്ട് പാകട്ടെ.
കണക്ക് ബോധിപ്പിക്കേണ്ടത് ഞാനാണ്, മറ്റവരല്ല എന്നുള്ള ചിന്തയോട് ജീവിക്കാം. ദൈവം കൃപ തരട്ടെ. അതിനായി പരിശുദ്ധാത്മാവ് നമ്മളിൽ കൂടുതലായി പ്രവർത്തിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹാരും വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല പിതാവേ, അടിയൻ്റെ വായിലെ വാക്കുകളെ നീ അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹൃദയത്തിൽ, മറ്റുള്ളവരുടെ ഹൃദയത്തിൽ അതൊരു വിത്തായി വീണ് അത് വിളർന്ന് 30, 60, 100 മേനി ഫലം ഉണ്ടാകാൻ ഇടയാക്കണമേ. തന്ന കൃപയ്ക്കായി സ്തോത്രം. ആദ്യോടന്തം കർത്താവിൻ്റെ കൃപ കൂടിയിരിക്കണം. ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.